ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ വയനാട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ട് തന്നെ നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി വന്ന ദിവസമാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാനും ഹസ്ബൻഡും 2 മക്കളും പിന്നെ അനിയത്തിയും ഹസ്ബൻഡും മോളും പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മനെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകണം എന്നുള്ളത്. അപ്പോൾ മഴ കാരണം രാവിലത്തേക്ക് പുലർച്ചെ രാത്രിയൊക്കെ നിർത്താതെയുള്ള മഴയായിരുന്നു. അപ്പോൾ അത് കാരണം പോവണ്ടേ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ പോയി നോക്കാം. അപ്പോൾ അടിവാരം എത്തിയ സമയത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് രാവിലെയൊക്കെ വിളിച്ച് അന്വേഷിച്ച സമയത്തൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോവണ്ട എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏതായാലും റെഡി ആയിട്ട് പോയി നോക്കിയിട്ട് അവിടെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചുരം കയറാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് ഉമ്മയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ദാ താമരശ്ശേരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിവാരം എത്തി നോക്കിയിട്ട് അവിടെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. ഇപ്പോഴൊക്കെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിശക്തിയായിട്ടുള്ള മഴയുണ്ട്. ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു നമ്മൾ പോവാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനൊരു വയനാട്ടിലുള്ള ഈ ഒരു അവസ്ഥ വന്നത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഇത്രയും ലേറ്റായി പോയത് അതാണ്. നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. നമ്മൾ തിരിച്ചു പോരുന്ന സമയത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് പറയാം. ചെറിയൊരു ചോർച്ച വന്നിട്ടുള്ളതുകൊണ്ട് അടിവാരം വെള്ളം കയറിയതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഏതായാലും ചുരം കയറുകയാണ് കേട്ടോ. ഇപ്പോൾ 2ാം വളവ് 3ാം വളവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ചുരത്തിലൊക്കെ കുറവാണ്. കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കയറി പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വണ്ടികളൊക്കെ വരാതെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുരം കയറുന്ന സമയത്ത് ചുറ്റും ഡാർക്കായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ലൈറ്റ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇരുണ്ട ഒരു സ്ഥലത്ത് കൂടെ പോകുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തേക്കൊന്നും നോക്കി വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നുമില്ല. കാരണം നല്ല മഴ പെയ്യാണ്. പിന്നെ ചെറിയൊരു ചോർച്ച 9ാം വളവ് 8ാം വളവ് കഴിഞ്ഞ സമയത്ത് 9ാം വളവ് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ചോർച്ച കണ്ടപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ഒന്ന് താഴ്ത്തിയതാണ്. നല്ലോണം വെള്ളം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതിലൂടെയൊക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ചായ വേണം. അങ്ങനെ നമ്മളിപ്പോൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുരം കയറി ഉടനെ തന്നെ ചെറിയൊരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമെന്ന് കരുതി. ഇനി നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ ലക്കിടിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇനി വൈത്തിരി വഴി ചുണ്ടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വയനാട് ചുണ്ടയിലുള്ള സെൻറ് ജൂഡ് ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു. 12ാമത്തെ വർഷമാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം കാണണമെന്ന് കരുതി പോകണം എന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷെ തമ്മിൽ കാണാനൊന്നും പറ്റിയില്ല. കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നാടൻ തേന കിട്ടുമെങ്കിലും വാങ്ങണേ. നാടൻ തേൻ എന്താണെന്ന് കഴിക്കില്ല. നമ്മൾ തട്ടിപ്പാർ തേൻ പറ്റില്ല. പെട്ടിട്ടാണ് തേൻ കിട്ടണം. മറ്റേ വീടുകളിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് വാപ്പനെ കണ്ടത് കേട്ടോ. അപ്പൊ വാപ്പ രാവിലെ എല്ലാം ഒരു പുലർച്ചയൊക്കെ ആയ സമയത്ത് തന്നെ വയനാട്ടിലേക്ക് വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വാപ്പനെ കണ്ടപ്പോൾ വണ്ടി നിർത്തി സംസാരിച്ചതായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസമാണെന്ന്. ഇന്ന് പോരാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് പോവാൻ പറ്റില്ല എന്നുള്ളത്
അവസ്ഥയായിരുന്നു രാവിലത്തെ മഴയും കാരണങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പള്ളിയിലെത്തും. ഞാൻ വരുമെന്നുള്ള കാര്യമൊക്കെ അവനെ 2 ദിവസം മുമ്പ് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ചുണ്ടയിലുള്ള സെൻറ്റ് ജൂഡ് ചർച്ചിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് പുറത്തേക്ക് വന്നതാണ്. ഈ സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വയനാട് കയറിയപ്പോഴേക്ക് തന്നെ മഴ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏതായാലും അവിടേക്ക് എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വന്നതാണ്. അപ്പം ഞാൻ കാണാൻ വന്നിട്ടുള്ള ആളിതാ നേരിട്ട് കണ്ടു, ഒരുപാട് സന്തോഷമായി. ആളിതാ ഈ പള്ളിയിലെ അച്ഛനാണ് കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഉമ്മനെ വണ്ടി നിറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കൊടയൊക്കെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു, സന്തോഷം പങ്കുവച്ചു, ആശങ്കകളും കൗതുകങ്ങളും എല്ലാം പങ്കുവച്ചു. ഉമ്മയും അനിയത്തിയൊക്കെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഉമ്മക്കും അനിയത്തിക്കും ഒക്കെ ഇവനെ അറിയാട്ടോ. കഴിഞ്ഞ 10 വർഷത്തിനടുത്തായിട്ട് അസ്മൽ കാക്കക്കും ഞാൻ പറഞ്ഞു കേട്ടതിലൂടെ നല്ല പരിചയമാണ്. അപ്പം ഏതായാലും എല്ലാവരും തമ്മിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്ന് കാണുന്നു അറിയില്ല, ആരൊക്കെ തമ്മിൽ കാണുന്നു അറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഏതായാലും ഇപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പം അനൂസിനോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പോയ സമയത്ത് അനൂസിന് ഭയങ്കര നാണായിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടും നമ്മുടെ വീഡിയോയിലൂടെ ഒക്കെ ഇവനൊക്കെ കാണുന്നതാണല്ലോ, ഡാനിമോനെ അനൂസിനെയൊക്കെ കാണുന്നതാണ്. അനൂസിന് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറണം, പള്ളിക്കുള്ളിൽ കയറിയിട്ട് ഓരോന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ത്രില്ലിങ്ങിലാണ്. എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മൻ്റെ ഫ്രണ്ടാണ്, കൂടെ പഠിച്ചതാണ് എന്നൊക്കെ. എന്തായാലും നാണം വന്നിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ആയിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പം ഇവൻ്റെ പേര് റോയ്സൻ ആൻ്റണി എന്നാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിലുള്ള ചുണ്ടേൽ സെൻറ്റ് ജൂഡ് പള്ളിയിലെ അച്ഛനായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് നമ്മുടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോട്. അവിടെ ഡിഗ്രിക്ക് 3 വർഷം ഒരേ മനസ്സുമായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ച് നടന്നവരാണ്. അന്നുണ്ടായിരുന്ന അതേ സ്നേഹമോ അല്ലെ അതിലിരട്ടിയോ കൂടിയിട്ടേ ഉള്ളൂ നമ്മുടെ ബന്ധത്തിന്. അപ്പോൾ ഇത്രയും വർഷങ്ങളും നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം കാണാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു നേരിട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയൊരു പൊതിയൊക്കെ കൊണ്ടുവന്നിരുന്നു. വലിയ ഗിഫ്റ്റ് ഒന്നല്ല, കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വാങ്ങിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം കാണാൻ പോകുന്നത് തന്നെ ഒരുപാട് സന്തോഷത്തിലും ആ ഒരു കാണാനുള്ള ഒരു ആകാംക്ഷയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിനിടയ്ക്ക് എന്താണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ആ ഒരു വർഷം മുതൽ എല്ലാ വർഷവും ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ഓർമ്മിപ്പിച്ച് ആദ്യം വിഷ് ചെയ്യുന്ന ആളാണ്. ഈ ഒരു സ്നേഹവും ബന്ധവും എന്നും നിലനിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനകളിലെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താറുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. റോയ്സിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അതിരുകളില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ റോയ്ച്ചൻ എനിക്ക് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയായിരുന്നു. താമസിക്കുന്ന സ്ഥലവും പിന്നെ സ്കൂളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. അപ്പം ഞങ്ങൾ മുന്നേ കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നും അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അതൊക്കെ നീങ്ങി ഇത്രയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ വന്നതല്ലേ, അപ്പോൾ പള്ളിക്കുള്ളിൽ കയറുന്ന അനൂസ് കുറേ സമയമായിട്ട് പറയുന്നു. അങ്ങനെ നമ്മൾ പള്ളിക്കുള്ളിൽ കയറിയിട്ട് അനൂസിന് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നിപ്പം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാനൊന്നും അല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നിപ്പം നമ്മൾ തിരിച്ചു പോകുക തന്നെയാണ്. നല്ല മഴയാണ്. പിന്നെ അത് മാത്രമല്ല അനിയത്തിയും ഹസ്ബൻഡും അവരെ കൂടെയാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൂടെ തന്നെ തിരിച്ചു പോവുകയും വേണം. ഞങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുകയൊക്കെ ചെയ്യണം എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളെയും കൊണ്ട് ബൈക്കിലൊക്കെ വരിക എന്ന് പറയുന്നത് റിസ്ക് ആണല്ലോ. അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 1.5 മാസത്തിനടുത്തായിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വരണം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും പറ്റിയില്ല.
അപ്പോൾ ഇപ്പോൾ പോവാനായിട്ടുണ്ട്, ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴയൊക്കെ ഉള്ള സമയത്തും ഈ റിസ്ക് എടുത്ത് നമ്മൾ വരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ വണ്ടി കിട്ടിയാൽ അതനുസരിച്ച് ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു പോവുകയും ചെയ്യാലോ എന്ന് കരുതി. അപ്പോൾ റോയിച്ചനെ കാണാനുള്ള ഈ ഒരു അവസരം മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലിയെ മാത്രമായിട്ട് വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട്. മഴയുടെ ശക്തി കാരണം പോവാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് പോകണമെന്ന് കരുതിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെ നമ്മൾ എല്ലാവരും പള്ളിയിലൊക്കെ കയറി അനൂസിനും ഡാനിമോനൊക്കെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് സന്തോഷമായി. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് ഡാനിമോനും അനൂസിനൊക്കെ. അപ്പോൾ ഇനിമോളും അനിയത്തിൻ്റെ മോളും അവരെ കൂടെ കൂടിയിട്ട് എല്ലാം കാണി നല്ല കളിയിലൊക്കെ ആയിരുന്നു. ഉമ്മ പിന്നെ എവിടെ പോയാലും അവിടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു. അനുവിന് ഇതാ പള്ളിക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്തിട്ട് എന്തോ കാണാനുള്ളത് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 2 പേരെയും മാറി മാറി തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡാനിക്കുട്ടന് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ രൂപങ്ങളൊക്കെ കണ്ടിട്ട് ഓരോ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പപ്പനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എല്ലാവരും കൂടെ വീണ്ടും ഒരു ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. ഹായ് ജസീല, കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും നമ്മൾ കാണും. മേരെ ക്ലാസ്മേറ്റ് ഒന്നില്ലായിരുന്നു കോളേജ് കാലത്ത്. പക്ഷേ ഇപ്പൊ ഇവളുടെ ബ്ലോഗൊക്കെ അടിപൊളിയല്ലേ, എന്താ സംസാരം, സ്പോണ്ടേനിയസ്, അടിപൊളി. ഐ അപ്രീഷിയേറ്റ്. ഗുഡ് ലക്ക്, ബെസ്റ്റ് ഓഫ് ലക്ക്, ഗോ ഓൺ, ക്യാരി ഓൺ. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ അധികം നമ്മൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യാത്ര പറഞ്ഞ് പിരിയാണ് കേട്ടോ. പിരിയാണെന്ന് പറയുന്നില്ല, ഇനിയും വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹത്തോടെ തൽക്കാലത്തേക്ക് യാത്ര പറഞ്ഞ് പോവുകയാണ്. കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടായ സന്തോഷത്തിൻ്റെ അധികമാണ് കേട്ടോ സങ്കടം തിരിച്ചു പോരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇനി എന്നാണ് കാണാൻ പറ്റുക എന്നുള്ളതൊന്നും അറിയില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വീണ്ടും എത്രയും പെട്ടെന്ന് കാണാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ പോരുവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് റോയിച്ചനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് അനൂസിന്റെ ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ അനൂസ് ഇപ്പൊ 3-ാം ക്ലാസ്സിലാണ് മദ്രസയിൽ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ സമദ് എന്നാണ് പേര്. അപ്പോൾ വയനാട്ടിൽ കാര്യമ്പാടിയാണ് വീടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ബേക്കറി കണ്ടു. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് 10 ദിവസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ കയറിയതാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ഇപ്പൊ നമ്മൾ ഉസ്താദിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഉസ്താദ് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വരുന്നത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് റോഡിലൊക്കെ ചളിയാണ്. അതാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് കയറി പോവാണ്. താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു നിരന്ന സ്ഥലം, പിന്നെ കുറച്ച് മുകളിലേക്കായിട്ടാണ് വീടുള്ളത്. അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. വീട്ടിലേക്ക് കയറുന്നതിൻ്റെ 2 സൈഡിലായിട്ട് നിറയെ ചെടികളുണ്ട്. അപ്പം വേനലൊക്കെ ആകുമ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. കാല് പുറത്തുനിന്ന് കാല് കീകണേ. ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ചോർച്ചയൊക്കെ ഉണ്ട്, ഒരു ഞാറലൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പൂച്ചയുണ്ട്, ഇവർ വളർത്തുന്നതാണ്. അപ്പോൾ ഡാനിമോനും ഇനിമോളും അത് കണ്ടപ്പോൾ കൗതുകത്തോടെ നോക്കുകയാണ് കേട്ടോ. അനൂസിന് പിന്നെ പൂച്ചയോടൊന്നും അത്ര അങ്ങോട്ട് താല്പര്യമൊന്നുമില്ല, അകത്ത് കയറുന്നതൊന്നും ഇഷ്ടമല്ല.
അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലഹാരമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് പത്തിരിൻ്റെ നമ്മുടെ ആ ചെറിയ ഉരുള ഉണ്ടാക്കിയിട്ട് അതിൽ മത്തനൊക്കെ വേവിച്ചിട്ട് ഉടച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മധുരമായിരുന്നു. മധുരത്തോട് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ലെങ്കിലും വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മധുരം അല്ലാതെ എരിവിലൊക്കെ ആണ് ചെയ്തതെങ്കിൽ ഞാൻ കൂടുതൽ കഴിക്കും. ഇത് മധുരമായതുകൊണ്ട് അധികമൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് അവർ തിക്കടിന്നോ അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കേട്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യൂട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സലാമൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ ചെല്ലുമ്പോൾ ഉസ്താദ് പള്ളിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആയിരുന്നു. ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകണം. അപ്പോൾ ഏതായാലും വൈകിക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാറിൽ പാട്ടൊക്കെ വെച്ചിട്ട് മക്കളൊക്കെ അത്യാവശ്യം നല്ല ഡാൻസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ദാ ഇനിമോളൊക്കെ നല്ല ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തി ഉമ്മയൊക്കെ അതിൽ കൂടുന്നുണ്ട്. അപ്പോൾ അനിയത്തി അധികമൊന്നുമില്ല, ഉമ്മ ദാ വെറുതെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വീഡിയോ എടുക്കല്ലേ എന്നാണ് പറയുന്നത്. ഡാനിക്കുട്ടനും നല്ല പാട്ടൊക്കെ സൗണ്ടിലിട്ട് കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ മുമ്പിൽ ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം കേട്ട് കേട്ട് ഇപ്പൊ ശീലമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണ് ചെയ്യുക. നമ്മളെ NRGSന്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ വന്ന് നിൽക്കലുണ്ട്. അപ്പോൾ ഇത് തന്നെയാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിങ്ങനെ കേട്ടിട്ട് അപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ അപ്പോഴൊക്കെ ഇത് തന്നെയാണ് പറയുക. അപ്പോൾ വീഡിയോ എടുക്കാൻ പോവാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ്. ഇപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഇനി എങ്ങോട്ടെങ്കിലും പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ. അങ്ങനെ നമ്മൾ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബേക്കറിയും അതിൻ്റെ മുകളിലേക്കായിട്ട് റെസ്റ്റോറൻറ്റും ആണ് വരുന്നത്. ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇപ്പോഴൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നുള്ളത്. കാരണം കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ വന്നത്. ഇതിലും നല്ലത് നമുക്ക് ഏതെങ്കിലും വനിതാ മെസ്സിൽ കയറിയാൽ മതിയായിരുന്നു എന്നൊക്കെ കരുതിപ്പോയി. പക്ഷെ അവർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. എനിക്ക് പിന്നെ മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് പേപ്പറൊക്കെ വിരിച്ചു വെള്ളമൊക്കെ കൊണ്ടു തന്നു. സ്റ്റാർട്ടേഡ് ആയിട്ട് നമുക്ക് വാട്ടർ മെലോൺ ജ്യൂസ് ആയിരുന്നു കൊണ്ടു തന്ന്. അത് കഴിഞ്ഞിട്ട് അനൂസിന് ചിക്കൻ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ പൊരിച്ചതും കുബൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നാനും പിന്നെ വെജ് കുറുമയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന ഐറ്റംസ് വന്നിട്ടുണ്ട്. മന്തിയാണ്. ഇത് ആമോർ മന്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ആമോർ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ അഭിപ്രായം ചോദിച്ചിട്ട് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ മന്തിയോട് ഡാനിമോന് അത്ര ഇഷ്ടമൊന്നുമില്ല. ഏതായാലും ഒരിത്തിരി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അനൂസിന് പിന്നെ അത്യാവശ്യമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഫിഷ് മന്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മന്തിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം അതിൽ ബാലൻസ് ഒക്കെ ഉണ്ടാവലുണ്ട്. എനിക്കുള്ള ഐറ്റംസ് ആണ് ആദ്യം കൊണ്ടുവച്ചതെങ്കിലും ഞാനാണ് ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത്. കാരണം ഞാൻ ഡാനിമോന് ഫുഡ് കൊടുത്തു നോക്കിയിട്ട് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റിലേക്കാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് താഴേക്ക് വന്ന് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബേക്കറി ഐറ്റംസ് സ്നാക്സ് ആയിട്ടും പിന്നെ സ്വീറ്റ്സ് ആയിട്ടും അതുപോലെ കേക്ക്സ് പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. നട്ട്സുകൾ അങ്ങനെ എല്ലാ ഐറ്റംസും മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് മത്തായി ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ മത്തായി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ കുറച്ച് അത്യാവശ്യം ബിസ്ക്കറ്റുകളും പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസും ഒക്കെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് കരുതി വാങ്ങി കയ്യിൽ വെച്ചതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ മുത്തങ്ങയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകണോ പോകണ്ടേന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത്രയ്ക്ക് മഴയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ വന്നതല്ലേ, നമ്മളൊന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മുത്തങ്ങ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും കുറച്ച് ഫോറസ്റ്റും പിന്നെ അത് അല്ലാതെ പിന്നെ മൃഗങ്ങളെ അങ്ങനെയൊക്കെ കാണിക്കാമല്ലോ, മക്കളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല. പിന്നെ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുന്നത് അത്ര സേഫും അല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിലെങ്ങനെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കാഴ്ചകളൊക്കെ
കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനൂസിനും ഡാനിമോനും ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ അങ്ങനെ അധികം എവിടേക്കും പോവലൊന്നുമില്ല. പിന്നെ വയനാട് നമുക്ക് അടുത്തൊക്കെ ആണെങ്കിലും നമ്മളങ്ങനെ പോകാൻ ശ്രമിക്കില്ല. ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ബൈക്കിൽ പോകുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ റിസ്ക് എടുത്ത് പോവലില്ല. ആ മഴക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് താഴ്ത്തി നോക്കിയതാണ്. അപ്പം നല്ല വ്യൂസാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ പച്ചില നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നത് നല്ലൊരു ഫീലിംഗ് തന്നെയാണല്ലോ. അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ്. അധികം മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ പോകുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആനനെയൊക്കെ കണ്ടപ്പം ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഏതായാലും പോകുന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ കർണാടക വരെ പോയിട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് പച്ചക്കറി വാങ്ങുകയാണെങ്കിൽ നമ്മളെ ഇവിടത്തേക്കാളും ഏകദേശം പകുതി വിലയൊക്കെ കുറവുണ്ട്. അപ്പോൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ അവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ പച്ചക്കറിയൊക്കെ വാങ്ങി അത്യാവശ്യം വാങ്ങിയിട്ട് തിരിച്ചു പോരാന്ന് കരുതി. അപ്പോൾ ഇപ്പം നമ്മൾ കർണാടക ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കർണാടകയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ പൈസ അടച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഏതായാലും നല്ല പിരിവ് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ബോർഡർ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കൊമ്പനാന തന്നെയായിരുന്നു കേട്ടോ. കാട്ടില് നല്ല മഴയും മരങ്ങളൊക്കെ വീഴുന്ന സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പൊ റോഡിലേക്കൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്തായാലും പുറത്തൊന്നും ഇറങ്ങില്ല. ഇപ്പം നമ്മളിതാ കർണാടക എത്തി. നമ്മൾ ഗുണ്ടൽപേട്ടയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കാണാനുള്ള പ്രത്യേക കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരുപാട് പൂക്കളുടെ കൃഷിയാണ് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട് ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ. ചില സ്ഥലത്ത് എത്തുമ്പോൾ ബാഡ് സ്മെല്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിലും ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. അപ്പം നിറയെ പൂക്കളുടെ ആ ഒരു കൃഷി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇത്രയും പൂക്കൾ കൃഷി ചെയ്തെടുക്കുന്നത് കാണാനേ കഴിയില്ല. അപ്പം നമ്മൾ ഓണത്തിനേക്കുള്ള ആ ഒരു വിപണിയൊക്കെ ഇവിടുന്ന് തന്നെയായിരിക്കും എത്തിക്കുന്നുണ്ടാവുക. ചാക്ക് കണക്കിനാണ് ഇവിടുന്ന് പറിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കടയുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. കളയണോ? അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറി ഐറ്റംസ് അധികം എടുത്തിട്ടുണ്ട്. ഉള്ളിയിൽ വലിയ വില വ്യത്യാസമില്ല കേട്ടോ, ബാക്കിയൊക്കെ കുറവാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലോണം ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വയനാട്ടിൽ നിന്ന് പോരുമ്പോൾ നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഒരു പകൽ പോലെയുള്ള ഒരു എഫക്റ്റാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ലോറികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അർജുനെയാണ് ഓർമ്മ വന്നത്. എന്തായാലും മനസ്സിലൊരു വിങ്ങൽ പോലെയാണ് ഈ ലോറിയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോഴേക്ക് ഡാനിമോൻ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെ തോളിൽ കിടക്കുകയാണ്. പിന്നെ ഒരുപാട് പൂക്കളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും കയറി ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ല. കാരണം കയറുന്ന സ്ഥലത്ത് ഒരുപാട് കാടുണ്ട്. അപ്പം നമ്മൾ സൂര്യകാന്തി പൂക്കളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെയും പൈസ വേണം. അപ്പോൾ അതിനും ആളുണ്ട്. അവിടെ കാവലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓരോരുത്തർക്കും 10 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. വല്ലാത്തൊരു പിരിവ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളികളുടെ അത്രയും നല്ല മനസ്സ് വേറെ എവിടെ ആളുകൾക്കും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ വേറൊരു തെളിവും കൂടെയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ പോയിട്ടുള്ള സമയത്ത് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് പറയണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഏതായാലും എടുത്തു. അപ്പം തന്നെ ഡാനിമോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിപ്പോയി കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്തും നമ്മളോട് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് വീഡിയോ എടുക്കരുത്, ഫോൺ കട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് അവർക്ക് എന്തോ റെക്കോർഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഏതായാലും ഞാൻ പിന്നെ ഫോൺ കട്ടാക്കി. ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് പൈസ വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇവിടെ വെജ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അനൂസിന് അതത്ര ഇഷ്ടമായിട്ടില്ല. പൊറാട്ടയും
ബീഫുമാണ് ചോദിച്ചിട്ടുള്ളത്. പൊറാട്ട അവിടെ ഉണ്ട്, പക്ഷേ കറി ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ. അപ്പോൾ ഏതായാലും എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളത് നെയ് റോസ്റ്റാണ്. ഞാൻ പിന്നെ കഴിച്ചിട്ടില്ലായിരുന്നു. അനൂസ് കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാനായിട്ട് തോന്നിയില്ല. നെയ് റോസ്റ്റിനോട് അത്ര താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ ഡാനിമോനും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന കഴിക്ക് കാടമുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പോകുമ്പോൾ അനൂസ് പറഞ്ഞു ഒരു പൊറാട്ട വേണമെന്ന്. അപ്പോൾ പൊറാട്ട വാങ്ങി കയ്യിൽ വെച്ചിട്ട് പിന്നെ കാറിൽ നിന്ന് കഴിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ അവിടുന്ന് അത് കഴിച്ച് ഇറങ്ങുമ്പോഴാണ് നാട്ടിൽ നിന്ന് കോള് വന്നത്. താഴേക്ക് ഇറങ്ങണ്ട, ചുരം ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് അടിവാരം മൊത്തം വെള്ളത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറേ പേരെ വിളിച്ചൊക്കെ ചോദിച്ചു എന്താ സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ പോരണ്ട, അവിടെ ഏതെങ്കിലും ഒരു നമ്മൾ റൂം എടുത്ത് അങ്ങനെ സ്റ്റേ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നായിരുന്നു. പിന്നെ ചുരത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ അനൂസിന് കാടമുട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് കഴിപ്പിച്ചിട്ട് തിരിച്ചു പോരാ, ഇവിടെ റൂം എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് അധികം വണ്ടിയൊന്നും വരുന്നില്ല കേട്ടോ. ഒരു വണ്ടിയും വരുന്നില്ലായിരുന്നു. അങ്ങോട്ടേക്ക് കുറച്ച് വണ്ടികളൊക്കെ പോവാന്നല്ലാതെ. അപ്പോൾ ഏതായാലും നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് 2ാം വളവിലോ 3ാം വളവിലോ ആണെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടുന്ന് അനൂസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലും അനൂസും ഡാനിമോനും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കയറിയവർ കുറച്ച് കപ്പ ബിരിയാണിയും അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു. അപ്പോൾ പഴയ കാലത്തെ കുറച്ച് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അടിവാരം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ താഴേക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയാണ്. അടിവാരത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ പല റൂട്ടിനും എത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കേൾക്കുന്നത് വയനാട്ടിൽ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളത്. കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷമാണ് 8ാം വളവ് ഇടിഞ്ഞത് എന്നാണ് രാവിലെ കേട്ടത്. നമ്മൾ എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലെത്തി കിട്ടി. നമ്മളവിടെ നിന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായി പോവുമായിരുന്നു, രാവിലെ ഒന്നും പോരാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബായ്.